നെക്സ്റ്റ് സീനിൽ ഒരാൾ കാറിൽ നിന്ന് ഇറങ്ങി സാധനങ്ങളൊക്കെ എടുത്ത് വരുന്നുണ്ട്. ആള് വരുന്നത് ദൊങ്മാന്റെ അപ്പാർട്ട്മെന്റിലോട്ടാണ്. അതേ ടൈമിൽ ദൊങ്മാന്റെ ഡോറിൽ കടന്ന് ഓണർ കടന്ന് കൊട്ടുന്നുണ്ട്. ഡാ തുറക്ക് തുറക്കെന്ന് പറഞ്ഞ് ദൊങ്മാൻ അനങ്ങുന്ന പോലുമില്ല. ഈ ആള് നേരെ നടന്നു വന്ന് ദൊങ്മാന്റെ അപ്പാർട്ട്മെന്റിന്റെ ഫ്രണ്ടിൽ വരുമ്പോൾ ഓണർ പേടിച്ച് സൈഡിലോട്ട് മാറി അങ്ങ് പോവാണ്. ആള് ഡോറും തുറന്ന് അകത്ത് കയറുമ്പോഴാണ് ദൊങ്മാൻ അവിടെ ഹെഡ്സെറ്റും വെച്ച് പ്രൊജക്ടറിൽ മൂവി കണ്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ ആളൊന്നും അറിയുന്നില്ല. അങ്ങനെ ഈ വന്ന ആള് സാധനങ്ങളൊക്കെ വെച്ച് കോട്ടയ്ക്ക് ഊരി അവന്റെ മുമ്പിൽ കൂടെ പോകുമ്പോഴാണ് ദൊങ്മാൻ അറിയുന്നത്. അപ്പോൾ ദൊങ്മാൻ പെട്ടെന്ന് പേടിച്ചു പോകും. ദൊങ്മാൻ പറയും, പറഞ്ഞിട്ട് വന്നൂടെ, ഞാൻ പേടിച്ചു പോയെന്ന് പറയും. അപ്പോൾ ആള് പറയും, എൻ്റെ വീട്ടിൽ വരുന്നതിന് ഞാൻ പറഞ്ഞിട്ട് വരണമെന്ന് ചോദിക്കും. ആള് വേറെ ആരുമല്ല, ദൊങ്മാന്റെ മൂത്ത ബ്രദറാണ്. ബ്രദർ ചോദിക്കും, ഇതുവരെ റെന്റ് അടച്ചില്ലേന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും അടയ്ക്കാം. ബ്രദറിന് വേണ്ടിയുള്ള ഫുഡും എടുത്തു വെച്ച് അവൻ ഒരു കർട്ടൻ വിട്ട് അപ്പുറത്തെ സൈഡിലോട്ട് മാറിപ്പോയിരിക്കും. അപ്പോൾ ബ്രദർ സോജ് കുടിക്കുമ്പോൾ പറയുന്നുണ്ട് വല്ലതും തിന്നിട്ട് കുടിക്കാനെന്ന്. ബ്രദർ പറയുന്നുണ്ട്, നീ ഇങ്ങനെ വെറുതെ വീട്ടിലിരുന്ന് മൂവിയും കണ്ടോണ്ടിരുന്നാൽ ശരിയാവത്തില്ല. വെൽഡിംഗ് വർക്ക് കിടപ്പുണ്ട്, ആദ്യം നീ കുറച്ച് ചെയ്യാൻ പഠിക്കുക, എന്നിട്ട് കൺസ്ട്രക്ഷൻ ജോബിന് വാ എന്ന് പറയും. ദൊങ്മാൻ പറയാണ്, അത് മറന്നേക്ക്, ഞാൻ അതിനൊന്നും വരുന്നില്ല. നീ ഇങ്ങനെ നിന്റെ സമയം കളയാതെ ഇങ്ങനെ വീട്ടിലിരുന്ന് നിനക്ക് എന്ത് കിട്ടാൻ? അപ്പോൾ ദൊങ്മാൻ ദേഷ്യപ്പെടാണ്. ദൊങ്മാൻ പറയണ എല്ലാവരും ഇതേപോലെ തന്നെ, ഒരു കാര്യത്തിന്റെ പുറത്ത് അവർ 10-15 വർഷം ചെലവഴിച്ച് അവർ ഏറ്റവും അവസാനം അത് നേടിയിരിക്കും എന്ന് പറയുമ്പോൾ ദൊങ്മാന്റെ ബ്രദർ പറയാണ്, ഒന്ന് കിട്ടിയില്ലെങ്കിൽ നല്ല രീതിയിൽ ട്രൈ ചെയ്യണം, മരിക്കുന്നവരെ ട്രൈ ചെയ്യണം എന്നൊക്കെ ബ്രദർ പറയുമ്പോൾ ആള് ദേഷ്യപ്പെട്ട് പറയാണ്, ഞാൻ അവസാനത്തെ ഫൈനൽ റൗണ്ട് വരെ എത്തി, ഞാൻ അതിന്റെ അടുത്തെത്തി. എന്നിട്ട് ദൊങ്മാൻ പറയാണ്, എന്നെ കൊണ്ടത് പറയിപ്പിച്ച് എന്തിനാ, ഞാൻ ആരടുത്തും പറയാതിരുന്നതാ, ഇനി അത് ബാഡ് ലക്ക് ആയില്ലേ എന്ന് ദൊങ്മാൻ പറയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് യൂന ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് 2 ലഞ്ച് ബോക്സ് വാങ്ങിച്ചിട്ട് അതിന്റെ സ്റ്റിക്കർ ഇളക്കി മാറ്റുന്നുണ്ട്. അടുത്ത സീനിൽ എന്താ കാണിക്കുന്നതെന്ന് വെച്ചാൽ ദൊങ്മാൻ പഠിപ്പിച്ചിട്ട് ഇറങ്ങാണ്. സ്റ്റുഡൻസും കൂടെ കൂടിയുണ്ട്. അപ്പോൾ ദൊങ്മാൻ ആ കണ്ണാടിയെ വിളിച്ചിട്ട് പറയാണ്, നിന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് ആൾക്ക് മോട്ടിവേഷൻ കൊടുത്ത് ആള് ഹാപ്പി, ദൊങ്മാന് ഹാപ്പി, ഇങ്ങനെ നടന്നു പോവാണ്. കണ്ണാടി ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കാണ് ദൊങ്മാൻ അന്ന് പിടിച്ചതുപോലെ ഇല പിടിക്കാൻ വേണ്ടി അവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മരത്തിന്റെ താഴെ കടന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് സീനിൽ നമ്മുടെ ദൊങ്മാൻ റെയിൽവേ ക്രോസിന്റെ അവിടെ ക്ലോസ് ആക്കിയിട്ടേക്കുന്നുണ്ട്. അവിടെ പാട്ടും കേട്ടോണ്ട് നിൽക്കുകയാണ്. അങ്ങോട്ട് നമ്മുടെ യൂന വരുന്നു. യൂന ഒന്നോടെ നിൽക്കുന്ന അവൻ ശ്രദ്ധിക്കുന്നില്ല. തുടക്കത്തിൽ അവൻ പാട്ടും കേട്ട് അതിന്റെ വൈബിൽ നിൽക്കുമ്പോഴാണ് യൂന വരുന്നത്. അപ്പോൾ അവനൊന്ന് തിരിയുമ്പോൾ യൂനയെ കാണുന്നു. അവളെ കണ്ടതും അവൻ ഹെഡ്സെറ്റ് എടുത്ത് മാറ്റി വെച്ച് അവളോട് സംസാരിക്കുകയാണ്. ഹലോ ഹലോ, വർക്ക് കഴിഞ്ഞിട്ട് വരുവാണോ? ആ, വർക്ക് പെട്ടെന്ന് കഴിഞ്ഞു. ആ. അപ്പോൾ യൂന അവൻ്റെ കോട്ടിലുള്ള ഹോള് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ അത് കണ്ടിട്ട് ദൊങ്മാൻ പറയാണ്, ഓ, ഈ ഹോള് കണ്ട സിഗരറ്റ് വെച്ച് കണക്ക് ഇരിക്കുമല്ലേ, പക്ഷെ സിഗരറ്റ് വെച്ചതല്ല, ബുള്ളറ്റ് കൊണ്ട ഹോളാ എന്ന് പറയും. അപ്പോൾ യൂന ഞെട്ടുമ്പോൾ ഇവൻ പറയാണ്, എനിക്കല്ല, പക്ഷേ വേൾഡ് വാർ 2 സമയത്ത് യുദ്ധത്തിന്റെ നടുക്ക് നിന്നപ്പോൾ ഒരു റഷ്യൻ സോൾജിയറിന് കൊണ്ട ബുള്ളറ്റിന്റെ പാടാണിത് എന്ന് ദൊങ്മാൻ പറയാണ്. ഇയാള് ഈ ബുള്ളറ്റ് കൊണ്ട് മരിച്ചു കാണുമായിരിക്കും. ഞാനിത് ഒരു ഫിലിം ഫെസ്റ്റിവലിന് പോയപ്പോൾ ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ച. ഇത് ഇടുമ്പോൾ ഭയങ്കര വെയിറ്റാ, പക്ഷെ എന്നാലും ഞാൻ ഇടും. ഇത് ഇടുമ്പോൾ ഞാനും ഒരു ചരിത്രത്തിന്റെ ഭാഗമായ പോലെ എനിക്ക് തോന്നും. അപ്പോൾ യൂന ചോദിക്കുകയാണ്, ഒരാള് ബുള്ളറ്റ് കൊണ്ട് മരിച്ചു വീണ കോട്ട് അത് കുറച്ച് മോശമല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ദൊങ്മാൻ പറയാണ്, ആ, മോശമായിരുന്നേക്കാം, പക്ഷേ ഞാനൊരു സെൻറ്റർ ഓഫ് ഹിസ്റ്ററി ആയ പോലെ എനിക്ക് തോന്നും എന്ന് പറഞ്ഞ് ആള് കൈ വെച്ച് സൈൻ കാണിച്ചത് നേരെ യൂനയുടെ ഫേസിലോട്ട് തിരിക്കുന്നുണ്ട്. യൂന അപ്പം ചെറുതായിട്ടൊന്ന് പമ്മുന്നുണ്ട്. അപ്പോൾ യൂന പറയാണ്, ഇന്ന് നല്ല മൂഡിലാന്ന് തോന്നുന്നു. ആ, ഞാൻ പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് വന്നേ ഉള്ളൂ. ഓ, പഠിപ്പിക്കുന്ന ഇഷ്ടമല്ലേ? അല്ല, എനിക്ക് സംസാരിക്കുന്ന ഇഷ്ടം. ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ എൻ്റെ ബോഡി ഫുള്ള് അതനുസരിച്ച് മോട്ടിവേറ്റ് ആവുന്ന പോലെ എനിക്ക് തോന്നും. ആരും എന്നെ ശല്യപ്പെടുത്താതെ കുറേ നേരം ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് ഫുൾ എനർജിയാവും, ഞാൻ ഫുള്ള് ചാർജ് ആയ കണക്ക് എനിക്ക് തോന്നും എന്ന് ദൊങ്മാൻ പറയാണ്. അത് ദൊങ്മാൻ പറയാണ്, ചില സമയം ആരും കേൾക്കാനില്ലാത്തപ്പോൾ ഞാൻ വീട്ടിൻ്റെ മേളിൽ പോയിട്ട് ഞാൻ എൻ്റെ പേര് തന്നെ വിളിച്ച് കൂവാറുണ്ടെന്ന്. അപ്പം യൂന ഒരു കാര്യം ആലോചിക്കുകയാണ്. അവള് വീട്ടിലിരിക്കുമ്പോൾ ഇതേപോലെ ഡാ ദൊങ്മാനെ എന്ന് വിളിച്ച് കൂവുന്നത് യൂന കേട്ടായിരുന്നു. അത് കഴിഞ്ഞ് പ്രസന്റ് കാണിക്കുമ്പോൾ ഇവൻ പറയാണ്, എൻ്റെ വോയിസ് എത്തുന്ന എല്ലാ സ്ഥലവും എനിക്ക് എൻ്റെതായിട്ട് പോലെ തോന്നും. അത് ഞാനും തമ്മിൽ പിന്നെ ഒരു ഡിസ്റ്റൻസ് കാണൂല. ഒരു മരത്തിൽ എൻ്റെ വോയിസ് എത്തിയ ആ മരം പിന്നെ എൻ്റെയാ എന്നൊക്കെ പറഞ്ഞ് ദൊങ്മാൻ പറയുന്നുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞ് യൂന പറയാണ്, ഞാൻ കേട്ടായിരുന്നു. അപ്പോൾ ദൊങ്മാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ യൂന പറയാണ്, അന്ന്
എന്ന് പേര് വിളിച്ചത് ഞാൻ കേട്ടായിരുന്നു എന്ന് പറയും. അപ്പോൾ ദോങ്മാൻ പതിയെ അവളൊന്ന് തൊട്ടിട്ട് എൻ്റെത് എന്ന് പറയും. അവൾ കുറച്ചൊന്ന് ബാക്കിലോട്ടാവും. സോറി സോറി ഞാൻ പെട്ടെന്ന് ചിന്തിച്ചില്ല എന്ന് പറഞ്ഞ് ആള് നേരെ നിൽക്കും. യൂന ചോദിക്കുകയാണ്, നിന്റെ സ്ക്രീൻ പ്ലേ എനിക്കൊന്ന് തരാവോ? അപ്പോൾ ദോങ്മാൻ സ്റ്റക്കായി അവളെ നോക്കുകയാണ്. അപ്പോൾ യൂന പറയാണ്, എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. അതാ. ദോങ്മാൻ ആകെ ഷോക്കായി എന്ത് പറയണമെന്നറിയാതെ അവളെ നോക്കുകയാണ്. അപ്പോൾ നമുക്ക് ദോങ്മാൻ്റെ ഇമോഷൻ വാച്ച് കാണാം. അത് ഗ്രീൻ ലൈറ്റ് കത്താണ്. ഗ്രീൻ ലൈറ്റ് എന്ന് പറയുമ്പോൾ നല്ല ഇമോഷനാണത്. അപ്പോൾ അവൾ ട്രെയിൻ പോയി റെയിൽവേ ക്രോസ് ഓപ്പൺ ആവുന്നു. അപ്പോൾ യൂന നടന്നു പോവാണ്. ദോങ്മാൻ ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. അവൻ യൂനയെ നോക്കി ഇങ്ങനെ നെറ്റി എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് സീന് കാണിക്കുന്ന യൂനയുടെ വീട്ടിലോട്ട് പോവാണ്. യൂനയ്ക്ക് ഒരു ഗ്രാൻഡ്മ ഉണ്ട്. അവിടെ ഗിംബാപ്പും വിൽക്കുന്നുണ്ട് ഗ്രാൻഡ്മ. അപ്പോൾ ആള് വീട്ടിൽ കയറുമ്പോൾ തന്നെ ഗ്രാൻഡ്മയെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് യൂന ഇന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച ലഞ്ച് ബോക്സ് സിങ്കിൽ കഴുവാൻ എന്ന രീതിയിലിടും. ഗ്രാൻഡ്മ ചോദിക്കുന്നുണ്ട്, ജെ എല്ലാം കഴിച്ചോ? അവനെ ഇപ്പൊ ഇങ്ങോട്ടൊന്നും കാണാറില്ലല്ലോ. യൂന പറയാണ്, അവൻ ബിസിയാ എന്ന് പറയും. ജെ ആരാന്ന് നമുക്ക് പതിയെ പറയാം. നെക്സ്റ്റ് സീനിൽ നമ്മളെ കാണിക്കുന്നത് ദോങ്മാൻ കാറ്ററിംഗ് വർക്കിന് നിൽക്കുന്നതാണ്. അവൻ അവിടെ ടേബിളിൽ ഫുഡൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ മ്യൂസിക്കും കുറെ പേരിരുന്ന് സ്റ്റേജിൽ വായിക്കുന്നുണ്ട്. ഇവൻ അതൊക്കെ കേട്ട് പതിയെ ജനലിന്റെ ഭാഗത്തോട്ട് പോവാണ്. അവിടെ നിന്ന് അവൻ ആകാശം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവൻ സ്വയം ചോദിക്കുകയാണ്, ഈ വേൾഡ് അവസാനിച്ചോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയും? അതിന് ഒരേ ഒരു ഉത്തരേ ഉള്ളൂ, കാലാവസ്ഥ. ആകാശത്ത് മേഘമുള്ളപ്പോഴും കാറ്റ് വീശുമ്പോഴും നല്ല ഭംഗിയുള്ളപ്പോഴും നമുക്കറിയാം ഈ ഭൂമി അവസാനിച്ചിട്ടില്ലെന്ന് എന്നൊക്കെ പറഞ്ഞ് അവൻ വെളിയിലോട്ട് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് പുറകിൽ നിന്ന് ഒരാള് ദോങ്മാനെ വിളിക്കുന്നത്. അങ്ങനെ ദോങ്മാൻ ബാക്കി ഉള്ള ജോലികളൊക്കെ നോക്കാൻ പോകും. ആൾക്കാർ കഴിച്ച വേസ്റ്റ് ഒക്കെ കളയുന്നുണ്ട്, ചിലതെടുത്ത് കഴിക്കുന്നുണ്ട്. ആള് പിന്നെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. സംഭവം വേറൊന്നുമല്ല, നാളെ ഫൈനൽ റൗണ്ടാണ് സ്ക്രീൻ പ്ലേ പറഞ്ഞ് കേൾപ്പിക്കാനുള്ള. അതിനു വേണ്ടിയുള്ള പ്രാക്ടീസും ഇതിൻ്റെ ഇടയ്ക്ക് ദോങ്മാൻ ചെയ്യുന്നുണ്ട്. ആളുടെ പ്രാക്ടീസും അവിടെ നടന്നതും കൂടി ഒരുമിച്ച് മിക്സപ്പ് ചെയ്താണ് നമ്മളെ കാണിക്കുന്നത്. ഈ വെതർ മേക്കർ എന്ന് പറയുന്ന മൂവി എന്ന് പറയുമ്പോൾ ഒരു കാലത്ത് ഈ കാലാവസ്ഥയൊന്നും ഇല്ലാതാവുമ്പോൾ ആ മെയിൻ ക്യാരക്ടർ ഒരു കാലാവസ്ഥയുടെ മെഷീൻ കൊണ്ട് കാലാവസ്ഥയെ ഭൂമിയിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി കഷ്ടപ്പെടുന്നു. അതാണ് ഇതിന്റെ കഥ. എന്നിട്ട് കാണിക്കുന്ന ആള് കാറ്ററിംഗ് വർക്കും കഴിഞ്ഞ് ഇറങ്ങി പോകുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് നെക്സ്റ്റ് സീനിൽ കാണിക്കുന്ന ആള് ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആളിരിക്കുമ്പം ഒരു ബസ് വന്ന് മുമ്പിൽ നിൽക്കുന്നുണ്ട്. ആ ബസ്സിന്റെ ബോർഡിൽ പരസ്യം ഒട്ടിച്ചിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, നമ്മുടെ ഗ്യോങ്സയുടെ മൂവിയുടെ പോസ്റ്ററാണ്. അതും കൂടി ദോങ്മാൻ കാണുമ്പോൾ ദോങ്മാൻ എന്തോ വലിയ വിഷമത്തിലിരിക്കുകയാണ്. നമ്മുടെ ആള് 20 വർഷം കൊണ്ട് ഈ ഒരു മൂവിയുടെ പുറകെ കടന്ന് കഷ്ടപ്പെടുവാണ്. പക്ഷെ എവിടെയും ആൾക്കൊരു ചാൻസോ ഫണ്ടിങ്ങോ ഒന്നും കിട്ടുന്നില്ല. പക്ഷെ കൂടെയുള്ളവരെല്ലാം മൂവീസ് ചെയ്തു, ഡിബറ്റ് ചെയ്തു, വലിയ പ്രൊഡ്യൂസേഴ്സായി, ഡയറക്ടേഴ്സായി. നമ്മുടെ ആള് മാത്രം എവിടെ എത്തിയിട്ടില്ല. അതിൻ്റെയൊക്കെ ഉള്ള വിഷമം ആളുടെ മുഖത്ത് നമുക്ക് കാണാം. നെക്സ്റ്റ് സീനിൽ കാണിക്കുന്ന നമ്മുടെ ഗ്യോങ്സയുടെ മൂവി ഇറങ്ങി അതിന്റെ പാർട്ടിയിലാണ്. എല്ലാവരും ഗ്യോങ്സയെ പ്രശംസിക്കുന്നുണ്ട്. നല്ല മൂവിയാണ്, 10 മില്യൺ അടിക്കാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഗ്യോങ്സയെ എല്ലാവരും പ്രശംസിക്കുന്നുണ്ട്. നമ്മുടെ ദോങ്മാൻ ഇതൊക്കെ കണ്ട് സൈഡിൽ ഹെഡ്സെറ്റും വെച്ച് ഫോണും നോക്കി മാറി നിൽപ്പുണ്ട്. ആൾക്കാര് പ്രശംസിക്കുന്നതൊക്കെ കണ്ട് അതൊക്കെ മോണോ ആക്ട് പോലെ ചെയ്ത് പുച്ഛിച്ച ഭാവത്തെ അവിടെ നിൽക്കുന്നുണ്ട്. ഇത് ഗ്യോങ്സെ കാണുന്നുണ്ട്. ദേഷ്യം വരുന്നെങ്കിലും ആള് ഒന്നും ചെയ്യുന്നില്ല. നെക്സ്റ്റ് സീനിൽ ഈ പാർട്ടിക്ക് എല്ലാരും കൂടി ബാറിൽ ഇരിക്കുമായിരിക്കും. അപ്പോൾ ദോങ്മാൻ ഇരിക്കുന്ന ടേബിളിൽ ദോങ്മാൻ, ജൻ, ഫ്രണ്ട്, പിന്നെ കണ്ണാടി ഇട്ട ആള് ഇവരെല്ലാം ഇരിപ്പുണ്ട്. അപ്പൊ ഇവൻ കുറച്ച് ഉറക്കെയാണ് സംസാരിക്കുന്നത്. അപ്പൊ ഇവൻ പറയുന്നുണ്ട്, എന്തിനു കൊള്ളാം മൂവി, എന്റെ ബ്ലഡ് പ്രഷർ എവിടെയായിരുന്നെന്ന് അറിയാവോ? ഒരു നല്ല സീൻ പോലും ഇല്ല, ഒരു നല്ല ഷോട്ട് പോലും ഇല്ല ആ മൂവിയിൽ എന്നൊക്കെ പറയുമ്പം ഗ്യോൻസെ വേറൊരു ടേബിളിൽ ഇരുന്ന് കഴിക്കുമായിരിക്കും. ഗ്യോൻസെ ഇത് കേട്ട് തിരിഞ്ഞു നോക്കുന്നുണ്ട്. അപ്പൊ ജൻ പറയുന്നുണ്ട്, ദോങ്മാൻ നിന്റെ സൗണ്ട് കുറയ്ക്കുക. അപ്പോൾ ദോങ്മാൻ പറയാണ്, ഞാൻ എന്റെ സൗണ്ട് കുറച്ചാൽ വിചാരിക്കും ഞാൻ എന്തെങ്കിലും ചീത്തക്കാര്യം പറയാന്ന്. ഇത് ചീത്തക്കാരിയാണോ? ഞാൻ ഉള്ളതല്ലേ പറയുന്നത്. അപ്പോൾ നമ്മുടെ ദോങ്മാൻ ആ ആക്ട്രസിനെ കുറിച്ച് കുറ്റം പറയുന്നുണ്ട്. എന്തിനു കൊള്ളാം ആക്ടിങ്, ഈ ഡിറ്റക്റ്റീവ് ഒക്കെ ആവുന്ന ആൾക്കാർ എന്തിനാ ഇത്ര ഹാർഷായിട്ട്
ബിഹേവ് ചെയ്യുന്നത്? അവർക്ക് നോർമലായിട്ട് ബിഹേവ് ചെയ്തൂടെ? അപ്പോൾ ആ ആക്ട്രസും ഇത് കേൾക്കുന്നുണ്ട്. അതിന് ശേഷം ദൊങ്മാൻ പറയാണ്, പിന്നില്ല കമാൻഡ് കൊടുത്ത ആള് അയാളെന്താ പറഞ്ഞ തിയോളി ബോംബിടല്ലെന്ന്. തിയോളോ? സിയോളിന് തിയോളെന്ന്. അയാളിപ്പോൾ തിയോളി കൊണ്ട് ബോംബിട്ടായിരുന്നെങ്കിലോ? ഇതൊക്കെ കേട്ട് ജൺ ചിരിക്കുന്നുണ്ട്. പക്ഷേ കണ്ണാടിക്കും ഫ്രണ്ടിനും ഇത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ കണ്ണടിച്ച കെട്ട് പറയാണ്, മൂവി നല്ലതായിരുന്നു, നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞ് ഇത്ര പ്രശ്നം ഉണ്ടാക്കുന്നത് എന്തിനാണെന്ന് ദൊങ്മാനോട് ചോദിക്കുമ്പോൾ ദൊങ്മാൻ പറയാണ്, നീ ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് അവിടുത്തെ ഫുഡ് കൊള്ളത്തില്ലെങ്കിൽ നിനക്ക് ദേഷ്യം വരത്തില്ലേ? അതുപോലെയാ ഇവനെ കൊണ്ട് എന്ന് പറയുമ്പോൾ ഫ്രണ്ട് ആണെങ്കിൽ കണ്ണാടിയെ വിളിച്ചുകൊണ്ട് പോവാണ്. ഇവൻ എന്തറിയാം ഗ്യോൻസോ എത്ര കഷ്ടപ്പെട്ടായി മൂവി ഇറക്കിയെന്ന് ചോദിക്കുമ്പോൾ ഫ്രണ്ട് പറയാണ്, അത് അവൻ ഇതുവരെ ഒന്നും ഇറക്കാത്തതുകൊണ്ടാ, നീ ഇങ്ങ് വാ എന്ന് പറഞ്ഞ് അവനെ സമാധാനപ്പെടുത്തി ഫ്രണ്ട് കൊണ്ടുവന്നു. ആ ടൈം തന്നെ ഒരാൾ അങ്ങോട്ട് വരുമ്പോൾ ജൺ എണീറ്റ് പോകുന്നുണ്ട്. നമ്മുടെ ദൊങ്മാൻ മാത്രം ടേബിളിൽ ഒറ്റയ്ക്ക് ഇരുന്ന് കുടിക്കുമായിരുന്നു. അപ്പോൾ അവിടെ ഒരാൾ ഇങ്ങനെ നടന്നു വന്ന് അവൻ്റെ ഫ്രണ്ടിലിരിക്കും. അപ്പോൾ അവൻ അയാളുടെ ഫേസും ആ മൂവിയുടെ പോസ്റ്ററിലുള്ള ഫേസും നോക്കുമ്പം ഒരേ ആള്, ആ ആക്ട്രസ് ആണ് വന്ന് അവൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. അപ്പോൾ ആക്ട്രസ് ചോദിക്കും, നിനക്കെന്തോ എൻ്റെ ആക്ടിങ് അത്ര പിടിച്ചില്ലെന്നൊക്കെ കേട്ടു. അപ്പോൾ അവനിങ്ങനെ ചിരിച്ചുകൊണ്ടിരിപ്പുണ്ട്. ആക്ട്രസ് ചോദിക്കുകയാണ്, ഡയറക്ടർ ഏത് മൂവിയാണാവോ ഇറക്കിയേക്കുന്നത് എന്ന് പറഞ്ഞാൽ അവനായിട്ട് കുത്തും. അടുത്ത സീൻ കാണിക്കുന്നത് ദൊങ്മാൻ അവിടെ ഇങ്ങനെ തറയിലിരിക്കുമ്പോൾ ബ്രൗൺ ഡ്രസ് ഇട്ട ലേഡി, ജൺ, പിന്നെ ഫ്രണ്ട് എല്ലാവരും കൂടെ നിന്ന് അവിടെ സംസാരിക്കുകയാണ്. അപ്പോൾ ആ ലേഡി പറയാണ്, ജയ്ക്ക് വീണ്ടും നല്ലൊരു പ്രൊമോഷൻ കിട്ടിയെന്നാ കേട്ട, അങ്ങനെ അവസാനം അവനും വളർന്നല്ലേ എന്നൊക്കെ ജിന്നും ഫ്രണ്ടും കൂടെ സംസാരിക്കുകയാണ്. ജയ് എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മുടെ യൂനയുടെ ഗ്രാൻഡ്മ തിരക്കിയ ആളാണ് ജയ്. അപ്പോൾ ആ ലേഡി പറയുന്നുണ്ട്, ആള് കൊള്ളത്തില്ലെങ്കിൽ പിന്നെ എങ്ങനെ എഴുത്ത് നന്നാവുന്നതെന്ന് പറഞ്ഞ് ദൊങ്മാനെ ഒന്ന് നോക്കും. ദൊങ്മാൻ ചിരിച്ചോണ്ട് അവിടെ നിന്ന് എണീക്കും. ദൊങ്മാൻ അവിടെ നിന്ന് ചിരിച്ചോണ്ട് എണീറ്റ് നമ്മുടെ ജൊങ്ങിന്റെ കോളറിൽ വന്ന് പിടിച്ചിട്ട് പറയും, ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ആള് നീയാ, പിന്നെ എന്താ നിന്റെ റൈറ്റിങ്ങിന് കുഴപ്പം, എന്താ നിന്റെ റൈറ്റിങ്ങിന് കുഴപ്പം എന്ന് പറഞ്ഞ് ജുണ്ണിനെ പിടിക്കും. നമ്മുടെ ദൊങ്മാൻ ഒരുപാട് ബിയർ കുടിച്ച് ആകെ ഫിറ്റായി നിൽക്കുകയാണ്. നെക്സ്റ്റ് സീൻ കാണിക്കുന്നത് ദൊങ്മാൻ ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യാണ്. ഹെഡ്സെറ്റും വെച്ച് കാലിങ്ങനെ ആട്ടി തല ഇങ്ങനെ ആട്ടി ആളിങ്ങനെ ഭയങ്കര വൈഡായിട്ട് സ്മൈൽ ചെയ്തിരിക്കുന്നുണ്ട്. സംഭവം വേറൊന്നുമല്ല, കരയാതിരിക്കാൻ ദൊങ്മാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ആള് തലയിട്ട് ചെറുതായിട്ട് ബസ്സിന്റെ വിൻഡോയിൽ അടിക്കുന്നുണ്ട്. ഇത്രയും നാളും 20 വർഷം ട്രൈ ചെയ്തിട്ടും ദൊങ്മാന് ഒരു ഡിബറ്റ് പോലും ഇറക്കാൻ പറ്റാത്തതിന്റെ വിഷമം. എവിടെ ചെന്നാലും ആരായാലും ഇവനെ ഒരു പുച്ഛഭാവത്തിൽ, അവൻ ജീവിച്ചിരിപ്പുണ്ടോന്ന് പോലും ആർക്കും അറിയേണ്ട ആവശ്യമില്ല. അവൻ എന്തിനാ ഇത്രയും നാളും കഷ്ടപ്പെട്ടത്, അതെല്ലാം അവൻ്റെ മനസ്സിൽ കൂടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കരയാതിരിക്കാൻ വേണ്ടി അടുത്തോളം വൈഡായിട്ട് ചിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അവൻ ബസ്സിൽ നിന്ന് ഇറങ്ങി നടക്കുകയാണ്. പതിയെ നടന്നുകൊണ്ടിരുന്ന ആള് ഓടാൻ തുടങ്ങും. നല്ല സ്പീഡിന് തന്നെ ഓടാൻ തുടങ്ങും. ഓടുന്നതിൻ്റെ ഇടയ്ക്ക് ദൊങ്മാൻ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ ജയിക്കുന്നത് അവർ കണ്ടില്ലെങ്കിൽ ഞാൻ വീഴുന്നത് അവർ കാണുമെന്ന് പറഞ്ഞ് അവൻ സ്പീഡിനോടി മറിഞ്ഞ് വീഴുകയാണ്. അപ്പോൾ കാണിക്കുന്നുണ്ട് ഒരു ബോർഡിൽ, നിങ്ങളുടെ ഇപ്പോഴത്തെ സ്പീഡ് 22 km/h എന്ന് ഒരു ബോർഡിൽ നമ്മളെ കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ പിറ്റേ ദിവസം രാവിലെ ദൊങ്മാൻ ഇങ്ങനെ കടക്കുകയാണ്. മുഖത്ത് ഇന്നലെ വീണേൻ്റെ പാടൊക്കെ ഉണ്ട്. ദൊങ്മാൻ പതിയെ എണീറ്റ് ജനലും തുറന്ന് വെളിയിൽ നോക്കി ഇങ്ങനെ നിൽക്കും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് സീനിൽ ഗ്യോങ്സയും വൈഫും കൂടി കാറിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഗ്യോങ്സ ഒരു കമൻറ്റ് വായിക്കും ഫോണിൽ നോക്കിയിട്ട്, ഒരു നല്ലൊരു മൂവിക്ക് പോയി പക്ഷേ ഒട്ടും കൊള്ളത്തില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞൊരു കമൻറ്റ് വായിക്കുകയാണ്. മൂവി ഇറങ്ങുന്ന ടൈമിലിട്ട കമൻറ്റ്. അപ്പോൾ പറയണം, ഇത് ദൊങ്മാൻ്റെ കാര്യം തന്നെ, ഇവൻ തന്നെ ഈ കമൻറ്റ് ഇട്ടേന്ന് പറയുമ്പോൾ വൈഫ് പറയാണ്, ചിലപ്പോൾ അത് ദൊങ്മാൻ ആയിരിക്കണമെന്നില്ല. ഗ്യോങ്സെ പറയാണ്, നോക്ക് പേര് നോക്ക്, മുസീഖ് എന്ന് പറയുമ്പോൾ അവിടെ ജോലി ഇല്ലാത്ത എന്നാണ് അർത്ഥം. അവനും ആ വേർഡും തമ്മിൽ എന്തോ റിലേഷനാ. ദൊങ്മാനെ ചീത്ത പറഞ്ഞുകൊണ്ട് ഗ്യോൻസെ വണ്ടി ഓടിക്കുന്നുണ്ട്. ഗ്യോൻസെ ട്രാഫിക് ലൈറ്റ് പോലും ശ്രദ്ധിക്കുന്നില്ല, ഓടിച്ചു പോവുകയാണ്. അപ്പോൾ വൈഫ് പറയുന്നുണ്ട്, നിർത്ത്, ട്രാഫിക് ലൈറ്റ് നിർത്തുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആള് സീബ്ര ക്രോസിന്റെ നടുക്കൊണ്ടാണ് നിർത്തുന്നത്. എല്ലാവരും കാറിലോട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ പോയ ഒരാള് ഗ്യോൻസയെ ചൂണ്ടി സംസാരിക്കുന്നുണ്ട്. ഗ്യോൻസയ്ക്ക് അത് ഇഷ്ടപ്പെടാതെ ഗ്യോൻസെ അയാളുടെ പുറകെ വെച്ച് ഓടിപ്പിടിക്കുമ്പോൾ ഒരു സൗണ്ട് കേൾക്കും. അങ്ങനെ വൈഫ് കാറിൽ നിന്ന് ഇറങ്ങിപ്പോയി നോക്കുമ്പോൾ ഗ്യോൻസെ അവിടെ ബോധം കെട്ട് കിടക്കുകയാണ്. സംഭവം അവിടെ പണി നടക്കുന്നുണ്ട്. ഒരു കമ്പി തട്ടി ആള് മറിഞ്ഞ് ബോധം കെട്ട് വീണേക്കാണ്. അപ്പോൾ എല്ലാവരും വന്ന് ചുറ്റും നിൽക്കും. എല്ലാവരോടും സോറി പറഞ്ഞ് ഇവന് കുഴപ്പമില്ലെന്ന് പറഞ്ഞ് വൈഫ് അവിടെ നിൽക്കുന്നുണ്ട്. നെക്സ്റ്റ് സീൻ കട്ട് ചെയ്ത് നമ്മളെ കാണിക്കുന്ന ദൊങ്മാനാണ്. ദൊങ്മാൻ വീട്ടിൽ എന്തെങ്കിലും കഴിക്കാനുണ്ടോ നോക്കി ഫ്രിഡ്ജിലൊക്കെ നോക്കി
നോക്കി, ഒന്നുമില്ല. ആള് നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടി ഗ്യാസ് കത്തിക്കുകയാണ്. ഗ്യാസ് കത്തുന്നില്ല. പല വട്ടം ശ്രമിച്ച് കത്തുന്നില്ല. ഏറ്റവും അവസാനത്തെ വട്ടം അത് കത്തും. നമ്മുടെ ദൊങ്മാൻ ഇത്രയും നാള് പിടിച്ചു നിർത്തി ഒന്ന് കരയാൻ തുടങ്ങുകയാണ്. അപ്പോഴാണ് ദൊങ്മാൻ സ്ക്രീൻ പ്ലേയിൽ എഴുതിയിരുന്നത് വോയിസ് ഓവർ ആയിട്ട് കേൾക്കുന്നത്. ഈ വേൾഡ് തീർന്നോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയും? അത് കാലാവസ്ഥയാ. കാലാവസ്ഥ ഉണ്ടെങ്കിൽ വേൾഡ് ഒരിക്കലും തീർന്നിട്ടില്ല. എൻ്റെ മേലില് ഡിപ്രഷൻ ഒരു ഇരുമ്പ് പോലെ വന്ന് വീണിട്ടും ഞാൻ എണീറ്റുന്നത് ആ കാലാവസ്ഥ കാരണം. കാലാവസ്ഥ മാറ്റാൻ ഒരു മെഷീൻ വേണം. ഇപ്പൊ എൻ്റെ കയ്യിലൊരു കാലാവസ്ഥ മാറ്റുന്ന മെഷീൻ ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ എന്ത് ചെയ്തേനെ? അപ്പോൾ ആളുടെ ഇമാജിനേഷൻ നമ്മളെ കാണിക്കുകയാണ്. ആ ടൈമിൽ തന്നെയാണ് യൂന അവൻ്റെ സ്ക്രീൻ പ്ലേ വായിച്ച് കഴിയുന്നതും അവൾക്ക് അത് ഇഷ്ടപ്പെടുകയും ചെയ്തു. ആള് ഇമാജിനേഷനിൽ ഇരിക്കുമ്പോഴാണ് ആൾക്കൊരു കോള് വരുന്നത്. സീൻ കട്ട് ചെയ്ത് അടുത്ത സീനിൽ ദൊങ്മാൻ ചോയ് ഫിലിംസിൻ്റെ ഇൻഡസ്ട്രിയിൽ പോവുകയാണ്. അപ്പോൾ ഡയറക്ടർ ചോയ് ദൊങ്മാനെ സ്വീകരിച്ച് അവിടെ ഇരുത്തുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ യൂനയും വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, എനിക്ക് ഇങ്ങനെ വന്നു കിടക്കുന്ന എല്ലാം വായിക്കാനുള്ള സമയമില്ല. അതുകൊണ്ട് ഇവളാണ് എനിക്ക് വേണ്ട ഫിലിമിൻ്റെ സ്ക്രീൻ പ്ലേ മാത്രം ഇവിടെ കൊണ്ടുവെക്കുന്നത്. ഇന്ന് ദാ ഇവിടെ ഇരിക്കുന്നത് നിന്റെ സ്ക്രീൻ പ്ലേ. അപ്പം യൂന പറ, ഇതിനകത്ത് എന്താ ഉള്ളത്? യൂന ദൊങ്മാനെ നോക്കാണ്. എന്നിട്ട് യൂന പറയാണ്, കാലാവസ്ഥ ഇല്ലാത്ത കാലത്ത് കാലാവസ്ഥ ലോകത്ത് കൊണ്ടുവരാൻ ഫൈറ്റ് ചെയ്യുന്ന ഒരാൾ എന്ന് യൂന പറഞ്ഞിട്ട് പറയാണ്, ഇതാണ് നിന്റെ കഥയിലെ വൺ ലൈൻ. പക്ഷേ യഥാർത്ഥത്തിൽ ഇതിലെ മെയിൻ ക്യാരക്ടർ ഫൈറ്റ് ചെയ്യുന്നില്ല. ഇതിലെ മെയിൻ ക്യാരക്ടറും സൈഡ് ക്യാരക്ടറും എല്ലാം ഈക്വലാ. അവരാരും ഒന്നിനും ഫൈറ്റ് ചെയ്യുന്നില്ല. അവർക്ക് പവർ ഇല്ല. ആൾക്കാർക്ക് പവർ കാണാനാണ് ഇഷ്ടം. പവർ ഉള്ളവരെ എവിടെയും വിജയിക്കൂ. അത് ഏറ്റവും നാച്ചുറലായ കാര്യമാണ് എന്നൊക്കെ യൂന ഇങ്ങനെ പറയുകയാണ്. യൂനയ്ക്ക് ഇത് പറയാൻ ഒട്ടും താല്പര്യമില്ല. ആള് കടിച്ചു പിടിച്ച് ഇത് പറയാണ്. യൂന പറയാണ്, എന്തുകൊണ്ടാണ് ഇതിൽ പവർ ഇല്ലാത്തതെന്നറിയാവോ? കാരണം എഴുതുന്ന ആക്ക് എന്ന് പറഞ്ഞിട്ട് അവള് കുറച്ച് സ്റ്റോപ്പായി അവനെ നോക്കും. എന്നിട്ട് യൂന പറയാണ്, എഴുതുന്ന ആക്ക് പവർ ഇല്ലെങ്കിൽ എഴുത്തിലും അത് കാണൂല. കാരണം ഒരാൾക്ക് ഒരു കാര്യം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അത് അയാളുടെ ഉള്ളിൽ ആദ്യം വേണം, എന്നാലേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞ് അവള് കഴിയുമ്പം ദൊങ്മാൻ്റെ വാച്ച് അവള് കാണും. അത് റെഡ് സിഗ്നലാണ് കാണിക്കുന്നത്. ഇത് കേട്ടതിന് ഡയറക്ടർ ചോയ് പറയാണ്, അപ്പം ഞാൻ ഇത് വായിക്കേണ്ട ആവശ്യമില്ല. അത് കട്ട് ചെയ്ത് നെക്സ്റ്റ് സീനിൽ കാണിക്കുന്ന യൂന പതിയെ ബസ്സിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ നടക്കുകയാണ്. ഇന്ന് ദൊങ്മാനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ അവളുടെ മനസ്സിലുണ്ട്. അവൾ ആകെ ടെൻഷനായി നടക്കുകയാണ്. പതിയെ അവൾ ഓടാൻ തുടങ്ങും. ഓടിക്കൊണ്ടിരിക്കുന്ന സമയം ആ സിഗ്നൽ ഇന്നലെ ദൊങ്മാന് കാണിച്ചതുപോലെ ആ സിഗ്നൽ അവൾക്ക് കാണിക്കും 20 km/h എന്ന് കാണിക്കും. അതിനുശേഷം വീണ്ടും ചോയ് ഫിലിം ഇൻഡസ്ട്രി കാണിക്കുന്നു. യൂന അതത്രയും പറഞ്ഞതിന് ശേഷം ഇറങ്ങി വന്നിരിക്കുമ്പോൾ ആളുടെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരികയാണ്. അവളത് മറച്ചു വെച്ച് അപ്പോഴാണ് നമ്മൾ കാണുന്ന അവളുടെ വാച്ചിലും റെഡ് സിഗ്നലാണ് കാണിക്കുന്നത്. ഡയറക്ടർ ചോയെ കാണിക്കുകയാണ്. അപ്പോൾ ആള് ചോദിക്കുകയാണ്, എന്താ നിനക്ക് തോന്നുന്നത് ഇതെല്ലാം കേട്ടിട്ട്? 20 വർഷമായിട്ട് നീ എന്താ ഇത് നേടിയെടുക്കാത്തത്? അഥവാ നിൻ്റെ ഉള്ളിൽ കഴിവുണ്ടായിരുന്നെങ്കിൽ 10 വർഷം കൊണ്ട് നീ അത് ചെയ്തേനെ. ഇതാരും നിന്നോട് പറഞ്ഞു തരത്തില്ല, ആരും പറയത്തില്ല. അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി ഞാൻ പറയുക, ഗിവനുള്ള സമയമായി. നീ ഇട്ടിട്ട് പോ. ഇങ്ങനെ 20 വർഷം കൊണ്ട് തിന്നും കുടിച്ചും അവിടെ ഇവിടെയും നടന്ന് നിന്റെ 20 വർഷം നീ കളഞ്ഞ് ഗിവപ്പ് ചെയ്യുന്നേ എന്ന് പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ കോട്ടില് ബുള്ളറ്റിൻ്റെ ഹോളിൽ കൂടെ കൈയിട്ടുകൊണ്ട് ദൊങ്മാൻ ഇരിപ്പുണ്ട്. എന്നിട്ട് ദൊങ്മാൻ പതിയെ അവൻ്റെ വാച്ചിൽ നോക്കുമ്പോൾ അവൻ്റെ വാച്ച് റെഡ് സിഗ്നലാണ്. അതിൽ എഴുതിയേക്കുന്നത് വിശക്കുന്നു എന്നാണ്. അതിനുശേഷം കാണിക്കുന്ന സീൻ ദൊങ്മാൻ വീട്ടിൽ വരുന്നു. വീട്ടിൽ വന്ന് അവൻ അവിടെ ഉള്ളതെല്ലാം കഴിക്കുകയാണ്. ആ സീൻ കട്ട് ചെയ്ത് അടുത്ത് കാണിക്കുന്നത് ഫ്രണ്ടും കണ്ണാടിയും ബാക്കിയുള്ളവരെല്ലാരും കൂടെ കഫേയിലിരിക്കുമ്പോൾ ഫ്രണ്ട് എണീറ്റിട്ട് പറയാണ്, എന്നായാലും ഒരു ദിവസം അവൻ്റെ അടുത്ത് ആരെങ്കിലും ഇത് പറയണ്ടേ? അതുകൊണ്ട് ചോയ് പറഞ്ഞു. ഗ്രൂപ്പിൽ എത്ര മെസ്സേജ് അവൻ ഇടുന്ന, 100 കണക്കിന് മെസ്സേജ് ഇടുന്നത്. അതുമല്ല ഇന്നലെ ജുണ്ണിൻ്റെ അടുത്ത് പറയുന്ന കേട്ടോ, നിന്റെ എഴുത്തിന് എന്താ കുഴപ്പമെന്ന്. അവൻ്റെ രീതി ഇത്രയും നല്ല രീതിയിൽ നിൽക്കുന്ന ആളെടുത്ത് ആരെങ്കിലും ഇങ്ങനെ പറയുമോ? ദൊങ്മാന് കേൾക്കാനുള്ളത് തന്നെ അവൻ കേട്ടത് എന്നൊക്കെ ഫ്രണ്ട് എണീറ്റ് എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഫ്രണ്ട് പറയാണ്, എൻ്റെ മൂവി ഇറങ്ങിയപ്പോൾ എന്നെ ഒന്ന് കൺഗ്രാജ് പോലും അവൻ ചെയ്തില്ല.
അത്രയ്ക്ക് സെൽഫിഷാണ് അവൻ. ഇപ്പോൾ കണ്ണാടി ഇട്ട ആൾ പറയാണ്, എൻ്റെ മൂവി ഇറങ്ങിയപ്പം അവൻ പറയാണ് നിന്റെ മൂവി കൊള്ളത്തില്ല കേട്ടോ. ആ ബ്രൗൺ ഇട്ട ലേഡി പറയാണ് അതൊക്കെ പോട്ടെ, അവൻ്റെ സംസാരം ഒരു നിമിഷം അവന് മിണ്ടാതിരുന്നൂടെ, വെറുതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇതെല്ലാം കേട്ട് നമ്മുടെ യൂന അവിടെ ഇരിപ്പുണ്ട്. യൂനയ്ക്ക് ഇതെല്ലാം കേട്ട് ക്ഷമ പോയി. യൂന തിരിഞ്ഞിട്ട് പറയും, അവന് പേടിയാ, അവൻ അവൻ ജീവിച്ചിരിക്കുന്നതിൻ്റെ ഒരേ ഒരു തെളിവ് അവൻ ഈ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് യൂന അവിടെ നിന്ന് ബാഗ് എടുത്ത് ഇറങ്ങിപ്പോവും. അപ്പോൾ എല്ലാവരും യൂനെ നോക്കുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ നമ്മുടെ ദൊങ്മാൻ വീട്ടിലിരുന്ന് മൂവി കാണുകയാണ്. മൂവി കാണുന്നത് ഒരു ഡാൻസറിന്റെ മൂവിയാണ്. അപ്പോൾ മുമ്പ് നടന്ന സംഭവം കൂടി ദൊങ്മാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ ഡയറക്ടർ ചോയ് പറയാണ് നീ ഗിവപ്പ് ചെയ്യുക, ഓക്കെ. ഇത് കേട്ട് ദൊങ്മാൻ ചിരിച്ചിട്ട് പറയാണ്, എൻ്റെ ലൈഫ് എന്തിനാ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ജീവിക്കുന്നത് എന്ന് ചോദിച്ച് ദൊങ്മാൻ അവിടെ നിന്ന് ചാടി എണീറ്റ് ആ ഡെസ്കിൽ ചവിട്ടി. അപ്പോൾ ഇപ്പോഴത്തെ സീൻ കാണിക്കും, ആ ഡാൻസറും അവിടെ ചാടി അവസാനത്തെ പോസിൽ നിൽക്കും. ആ മൂവി തീരുമ്പോഴത്തേക്കും ദൊങ്മാൻ ബ്രാവോ എന്ന് പറഞ്ഞ് ചാടി എണീക്കുമ്പോൾ ദൊങ്മാന്റെ പൂച്ചയും കൂടെ പേടിച്ചങ്ങോട്ട് ചാടുന്നുണ്ട്. ഇതോടെ ആദ്യത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. എപ്പിസോഡ് 1 തീരുമ്പോൾ ഇത്ര ഇമോഷണലി കണക്റ്റ് ആവാൻ പറ്റുമെങ്കിൽ അടുത്തൊക്കെ ഇനി എന്തായിരിക്കും? കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തോളൂ. അടുത്ത വീഡിയോയിൽ കാണാം.